നമസ്കാരം, 4TK ന്യൂസിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 പിഞ്ചു മക്കളെയും ചുട്ടുകൊന്ന കേസിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളി മഹേന്ദ്ര ഹെംബ്രാമിനെ BJP സർക്കാർ മോചിപ്പിച്ചിരിക്കുകയാണ്. ഒഡീഷയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന BJP തങ്ങളുടെ പണി ആരംഭിച്ചു എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലയാളികളുടെ മോചനത്തിനായി സമരം നയിച്ച BJP നേതാവാണ് പുതിയ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി. തടവ് ജീവിതകാലത്തെ നല്ല പെരുമാറ്റത്തിന്റെ പേരിലാണ് മോചനം. ജയ് ശ്രീറാം വിളിയോടെയാണ് കൊലപാതകിയെ സംഘപരിവാർ പ്രവർത്തകർ സ്വീകരിച്ചത്. കിയോഞ്ചാർ ജയിലിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഹാരമണിയിച്ചാണ് ഹെംബ്രാമിനെ ജയിൽ അധികൃതർ യാത്രയാക്കിയത്. കേസിലെ മുഖ്യപ്രതി രവീന്ദ്രപാൽ സിംഗ് എന്ന ധാരാ സിംഗിന്റെ ഉറ്റ കൂട്ടാളിയാണ് ഹെംബ്രാം. സ്റ്റെയിൻസ് മക്കളായ 10 വയസ്സുള്ള ഫിലിപ്പ്, 6 വയസ്സുള്ള തിമോത്തി എന്നിവർ നിഷ്ഠുരമായി കൊല്ലപ്പെട്ട കേസിൽ ധാരാ സിംഗിനെയും ഹെംബ്രാമിനെയും മാത്രമാണ് ശിക്ഷിച്ചിരുന്നത്. 1999 ജനുവരി 21 രാത്രിയാണ് സ്റ്റെയിൻസിനെയും മക്കളെയും ജീവനോടെ ചുട്ടുകൊന്നത്. കിയോഞ്ചർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിലായിരുന്നു ദേശീയ അന്തർദേശീയ തലത്തിൽ വൻ പ്രതിഷേധമുണ്ടാക്കിയ ഈ സംഭവം ഉണ്ടായത്. വില്ലിസ് വാഗണിൽ കിടന്നുറങ്ങുകയായിരുന്ന മൂവരെയും തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസും മകൾ എസ്തറും മറ്റൊരിടത്തായതിനാൽ രക്ഷപ്പെട്ടു. ആദിവാസികളെ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു സ്റ്റെയിൻസിനെയും കുട്ടികളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ചുട്ടുകൊന്നത്. സംഘപരിവാർ ബന്ധമുള്ള ബജ്രംഗ് ദൾ സംഘമായിരുന്നു ക്രൂരമായ കൊലയ്ക്ക് പിന്നിൽ. യുപിയിൽ നിന്ന് ഒഡീഷയിലേക്ക് വന്ന ധാരാ സിംഗ് ആണ് ആക്രമണത്തിന് സൂത്രധാരൻ. ധാരാ സിംഗ്, ഹെംബ്രാം എന്നിവർ ഉൾപ്പെടെ കേസിൽ 14 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 12 പേരെ വിട്ടയച്ചു. ധാരാ സിംഗിനെയും ഹെംബ്രാമിനെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ഹെംബ്രാം 1999 അറസ്റ്റിലായി. 2000 ജനുവരി 31 ധാരാ സിംഗിനെ പിടികൂടിയത്. 2003 ധാരാ സിംഗിന് വധശിക്ഷ വിധിച്ചെങ്കിലും 2005 ഒഡീഷ ഹൈക്കോടതി ശിക്ഷ ജീവപര്യന്തമാക്കുകയായിരുന്നു. ജയിൽ മോചനം ആവശ്യപ്പെട്ട് 2024 ഓഗസ്റ്റിൽ ഇയാൾ സുപ്രീം കോടതിയിൽ ദയാഹർജി നൽകിയിട്ടുണ്ട്. ധാരാ സിംഗിനെയും ജയിൽ മോചിതനാക്കാൻ ഇപ്പോഴത്തെ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ മാജിയുടെ പിന്തുണയോടെ ശ്രമം നടന്നിരുന്നു. ഗ്രഹാമിന്റെ ഭാര്യ ഗ്ലാഡീസ് കൊലപാതകികളോട് ക്ഷമിച്ചതായി അറിയിച്ചെങ്കിലും രാജ്യത്തിന്റെ മതേതര മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച സംഭവം തന്നെയാണിത്.